തൃശൂർ മാളയിലെ 6 വയസ്സുകാരന്റെ കൊലപാതകത്തിൽ ജനരോഷം ശക്തം. ലൈംഗിക ഉപദ്രവം ചെറുത്തതിന്റെ വൈരാഗ്യത്തിലാണ് കുട്ടിയെ കുളത്തിൽ മുക്കി കൊന്നതെന്നാണ് അയൽവാസിയായ പ്രതി ജോജോയുടെ മൊഴി. പ്രതിയുമായി പോലീസ് ഇന്ന് തെളിവെടുപ്പ് നടത്തും. കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ അല്പസമയത്തിനകം ആരംഭിക്കും. അശ്വിൻ പാലാഴി വിവരങ്ങളുമായി. അശ്വിൻ, ഇയാൾക്ക് നേരത്തെ തന്നെ ഒരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, ബൈക്ക് മോഷണ കേസിലൊക്കെ പ്രതിയാണ് എന്ന വിവരങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. പലതവണ ഈ കുട്ടി കരകയറാൻ ശ്രമിക്കുമ്പോൾ ഇയാൾ ചവിട്ടിത്താഴ്ത്തുകയായിരുന്നു എന്നൊക്കെയുള്ള അതിക്രൂരമായാണ് ഇയാൾ കൊലപ്പെടുത്തിയത് എന്നതിൻ്റെയൊക്കെ വിശദാംശം വരുമ്പോൾ നാട്ടുകാർ വലിയ രോഷത്തിലാകും. സ്വാഭാവികമാണത്. അപ്പോൾ തെളിവെടുപ്പിന് ഏത് തരത്തിലേക്കാണ് പോലീസ് ഒരുങ്ങുന്നത്? ഇന്നലെ രാത്രി 8 മണിവരേക്കൊരു സാധാരണ കാണാതാകൽ വാർത്ത മാത്രമായിരുന്നു ഈ 6 വയസ്സുകാരന്റെ കാര്യങ്ങൾ. പിന്നീടാണ് ഈ സമീപത്ത് ഈ കുട്ടിക്ക് വേണ്ടി തെരച്ചിൽ നടത്തിയിരുന്നൊരു കൂട്ടത്തിലുള്ള ഒരാൾ കൂടിയായിരുന്നു ജോജോയുടെ പെരുമാറ്റത്തിൽ അസ്വാഭാവികത കണ്ടതോടെ നാട്ടുകാർ ആവശ്യപ്പെട്ടാണ് പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുക്കുന്നതും ജോജയെ വിശദമായി ചോദ്യം ചെയ്യുന്നതും. ഈ ചോദ്യം ചെയ്യലിനിടെ ഈ 6 വയസ്സുകാരനായ കുട്ടിയുടെ വീട്ടിൽ നിന്ന് തന്നെ ഒരു നിർണായക CCTV ദൃശ്യം പോലീസിന് ലഭിക്കുന്നു. ആ CCTV ദൃശ്യത്തിൽ ഈ ജോജോയുടെ പുറകെ 6 വയസ്സുകാരൻ ഓടുന്നതാണ് ഉള്ളത്. അതുകൂടി കണ്ടപ്പോൾ പോലീസിന്റെ സംശയം വീണ്ടും വർദ്ധിച്ചു. പിന്നീട് വിശദമായി തന്നെ ചോദ്യം ചെയ്തു. ആ ചോദ്യം ചെയ്യലിലാണ് ഞാനിപ്പോ ഇതിൽ വന്നത്. സോ ജോജു പഠിച്ചത് GHS സ്കൂൾ ഗവൺമെന്റ് ഹൈസ്കൂൾ, സ്റ്റാർട്ടിംഗ് ഫസ്റ്റ് തൊട്ട് 8th സ്റ്റാൻഡേർഡ് 10th സ്റ്റാൻഡേർഡ് വരെ അവിടെ പഠിച്ചത്. സോ അവന്റെ ബ്രദർ എന്റെ കൂടെയായിരുന്നു പഠിച്ചത്. സോ ഇത് മാത്രമല്ല, ഈ വ്യക്തി 1 മാസം മുമ്പേ മീറ്റ് ചെയ്തിട്ടുണ്ട്. സോ വളരെ സ്ട്രേഞ്ച് ആയിട്ടൊരു ഫംഗ്ഷൻ, ലൈക്ക് ഒരു കാർണിവൽ, അമ്പഗ്രാമം എന്ന് പറയും, എല്ലാ വർഷവും ഇവിടെ നടക്കാറുള്ള ഒരു ഇതാണ്. സോ ആ ടൈമിൽ ഇയാളുടെ മോട്ടീവ് ആക്ടിവിറ്റി ഇതിനെ കുറിച്ച് എനിക്ക് കൂടുതൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ജയിലിൽ കിടന്ന കാര്യമൊക്കെ അപ്പോഴാണ് അവൻ പറഞ്ഞത്. സോ ഒരുപാട് ലേഡീസിനെ ട്രാപ്പ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്, പല സെക്ഷൽ ഹരാസ്മെന്റ്, അങ്ങനെ പല രീതിയിലും പ്രായപൂർത്തിയാവാത്ത പല ലേഡീസായിട്ട് റിലേഷൻഷിപ്പ്, അങ്ങനെ പലതും ഇയാൾക്കുണ്ട്. സോ ഇയാളുടെ ഫോൺ ചെക്ക് ചെയ്തപ്പോൾ എനിക്കന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഒരു ലേഡി ഫാമിലിയാണ്. സോ അവരുടെ ഹസ്ബൻഡിനെ ഫോഴ്സ് ചെയ്തോ അല്ലെങ്കിൽ ഹസ്ബൻഡും വൈഫിനെ ഫോഴ്സ് ചെയ്തോ അയാള് സെക്ഷലി ബന്ധത്തിൽ ഏർപ്പെടാൻ നോക്കിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഇൻഫർമേഷൻസ് എനിക്ക് കിട്ടിയിരുന്നു. സോ ഇത് കൂടാണ്ട് ഉമ്മ എന്ന് പറഞ്ഞൊരു ലൈക്ക് ഒരു ടീച്ചർ, സോ അവരെ ഹരാസ് ചെയ്യാൻ ലൈക്ക് വാട്സപ്പിൽ ത്രെട്ട് ചെയ്യാനോ അങ്ങനെയുള്ള കോൾ മെസ്സേജ് ഒക്കെ അയച്ച് സോ ഒരു വീതം നോക്കുന്ന ഒരു സാഹചര്യത്തിൽ എനിക്ക് ആ വാട്സപ്പ് നമ്പർ അയാളുടെ ഫോണിൽ നിന്ന് എത്തുക, ആ ലേഡി ഒഫീഷ്യലി മെസ്സേജ് അയച്ച് സോ ഹീസ് എ വുമണൈസർ, ഇയാൾ ട്രാപ്പ് ചെയ്യാൻ നോക്കുക എന്ന് പറഞ്ഞ ഒഫീഷ്യൽ മെസ്സേജ് ഞാൻ അവർക്ക് വിട്ടിരുന്നു. സോ നിങ്ങൾക്ക് ആ മെസ്സേജ് നിങ്ങൾക്കിപ്പോൾ ഇതിൽ കാണാം ലൈവായിട്ട്. സോ എൻ്റെ കൂടെ ഇരുന്നൊരു ഫ്രണ്ട് എന്ന് പറയാൻ പറ്റില്ല, ലൈക്ക് ഒരു ചെറിയൊരു കമ്പനി, അവന് നിങ്ങളുടെ നമ്പർ തന്നു. സോ അവൻ കുറച്ചും നിങ്ങളെ വിളിച്ചോന്ന് ചോദിച്ചു. അത് ഫ്ലട്ടാണ്. സോ നിങ്ങൾ ജസ്റ്റ് ട്രൈ ചെയ്യാൻ വേണ്ടി വിളിച്ചതാണ്. സോ അപ്പോൾ നിങ്ങൾക്ക് ഒഫീഷ്യൽ മെസ്സേജ് അയച്ച് നിങ്ങളൊന്ന് അറിയിക്കാമെന്ന് വിചാരിച്ചു. സോ ഐ എം ജസ്റ്റ് ട്രൈങ് ടു പ്രൊട്ടക്ട് ദിസ് കൈൻഡ് ഓഫ് പീപ്പിൾസ് ഫ്രം ദിസ് കൈൻഡ് ഓഫ് സം കൈൻഡ് ഓഫ് ഗുഡ് മൊമെന്റ്സ്. സോ ഐ ഡോണ്ട് ലൈക്ക് സം കൈൻഡ് ഓഫ് മൊറൽ പോലീസ് ഇൻ ഇന്ത്യ. സോ ഇങ്ങനെയുള്ള ആളുകളെ മാക്സിമം ഞാൻ ട്രൈങ് ടു പ്രൊട്ടക്ട്. സോ അങ്ങനെ Thanks a lot for the warning. Thank you. I can take care of myself. ഇതുവരെ ഒന്നും ഞാൻ അടുപ്പിക്കില്ല. I am not interested in any such idiots. I call them idiots. Thank you so much. ആരാ? ഞാനടി. എന്ത്? ജോജോന്ന്. ഏത് ജോജോ? കുഴലുള്ളത്. ഞാൻ കുഴൂരുള്ള ജോജോനെ ഞാൻ അറിയില്ല. അന്ന് ഞാൻ കണ്ടില്ലേ? അന്ന് കണ്ടു. എന്ന് കണ്ടു? എവിടെ വെച്ച് കണ്ടു? അന്നവിടെ കണ്ടില്ലേ? അതൊക്കെ. നിനക്ക് ഈ നമ്പർ എവിടുന്ന് കിട്ടിയേ? നിനക്ക് നമ്പർ എവിടുന്ന് കിട്ടിയേ? നിനക്ക് ഓട്ടോമാറ്റിക്കലി നിന്റെ നിന്റെ കയ്യിലേക്ക് നമ്പർ തനിയെ വന്നിരിക്കില്ലല്ലോ. നിനക്ക് ആരുടെ നമ്പർ വന്ന്? ഏത് വേറെ ആള്? ഏത് വേറെ ആള്? അതൊക്കെ കിട്ടി. എങ്ങനെ കിട്ടി? അതും കൂടി പറയേ. നീ എന്തിനാ എന്റെ നമ്പർ മറിയുന്നുള്ളൊരു ഗ്രൂപ്പ് ആഡ് ചെയ്തിട്ട് അതിനകത്തേക്ക് ചേർത്ത്? എന്തിനാ ഒരു മറിയെന്നുള്ള ഗ്രൂപ്പിൽ എന്നെ ആഡ് ചെയ്തേ? അത് ഞാൻ ഫാമിലി ഗ്രൂപ്പ് ആഡ് ചെയ്ത, പക്ഷെ പെട്ടെന്ന് മാറിപ്പോയില്ല. ഫാമിലി ഗ്രൂപ്പ് ആഡ് ചെയ്യുമ്പോ വേറെ ചെറുക്കന്മാരൊക്കെ എന്നെ വിളിക്കാൻ ഈ ഗ്രൂപ്പ് ഉണ്ടാക്കിയേ? അല്ല അല്ല മൈര, ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. മേലാക്ക എന്റെ ഫോണിലേക്ക് ഒരു കോള് നിന്റെ വന്നു കഴിഞ്ഞാൽ ഞാൻ നേരെ ഈ നമ്പർ സ്റ്റേഷനിലേക്ക് കൊടുക്കും. കേട്ടില്ലേ?
നിനക്ക് നമ്പർ തന്നത് ഏതവനാണെന്ന് അപ്പൊ ഞാൻ അവിടെ വെച്ച് പറയിപ്പിക്കാം. കേട്ടില്ലേ? ആ ഈ നമ്പർ ഞാൻ എന്റെ ചേട്ടനും കൂടി കൊടുക്കാം. അപ്പൊ ബാക്കിയുള്ളത് ഇനി അവൻ പറഞ്ഞോളൂ. ഒരു കോള് കേട്ടോ, ഒരു മെസ്സേജോ ഒരു കോളോ ഇനി ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ നീ എന്നെ ആഡ് ചെയ്തെന്ന് അറിഞ്ഞു കഴിഞ്ഞാ ഞാൻ തന്നെ വെടിവെക്കാൻ നടക്കണതാണോ? മറിയം അവന്റെ ഒരു കോണത്തിലെ ഗ്രൂപ്പ് ക്യാരക്ടറോ ആ ലേഡിയുടെ വോയിസ് തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഒരാളെ ഈസിയായിട്ട് അട്രാക്ട് ചെയ്യാനുള്ള സ്കിൽസ് അവന്റെ കയ്യിലുണ്ട്. സോ അതുപോലെ ട്രാക്ക് ഡീറ്റെയിൽസ് അങ്ങനെയുള്ള. സോ ഈ ഇൻസിഡന്റ് നടക്കുന്നു എന്റെ വീടും തമ്മിലും മിനിമം ഒരു 3 to 4 കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണുള്ളത് കുട്ടിയുടെ കേസ്. സോ ഒരു പ്രായപൂർത്തിയാത്ത ഒരു ആൺകുട്ടിയോട് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ സോ ഇയാൾ ഇത്ര നാളെ മുമ്പ് പലയിടത്തും കറങ്ങി നടന്നിട്ടുണ്ട്. അതിനും എത്ര ലേഡീസിനെ അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം അയാളുടെ ഫോണിലുണ്ട്. പക്ഷെ പോലീസ് ഒരു ചെക്ക് ചെയ്ത് അതിനെക്കുറിച്ച് ഇൻഫർമേഷൻ പുറത്ത് വിട്ടിട്ടില്ല. സോ ഓൾറെഡി 1-2 ന്യൂസ് ചാനൽസിന് ഞാൻ ഇൻഫർമേഷൻ പാസ് ചെയ്തിട്ടുണ്ട്. പിന്നെ വേറെ ഒരു ലേഡിയുടെ കോൺടാക്റ്റും കൊടുത്തിട്ടുണ്ട്. സോ അവരെ കോൺടാക്ട് ചെയ്ത് കാര്യങ്ങൾ ഡീറ്റെയിൽസ് അറിയാനുള്ള ചാൻസസ് ഉണ്ട്. സോ ഇത് ഇതുവരെയായിട്ട് ന്യൂസിലൊന്നും കണ്ടില്ല. സോ അതുകൊണ്ടാണ് ഒഫീഷ്യലി ഞാൻ ഈ വീഡിയോ ചെയ്ത് പബ്ലിഷ് ചെയ്യാമെന്ന് വിചാരിച്ചത് എന്റെ യൂട്യൂബ് ചാനലിൽ. സോ ഇങ്ങനെയുള്ള ന്യൂസ് കണ്ടന്റ് ഇങ്ങനെയുള്ള ആളുകളുടെ പുറകെ ഞാൻ പോകാറുണ്ട്. സോ ഇവരുടെ ന്യൂസ് കളക്ട് ചെയ്യാറുണ്ട്. സോ മോസ്റ്റ്ലി ഇങ്ങനെയുള്ള സദാചാരത്തിനെതിരെ പ്രതികരിക്കുന്ന ഒരാളാണ്, വ്യക്തിയാണ് ഞാൻ. സോ അതിനുവേണ്ടി എനിക്കിപ്പോൾ 2 വാക്ക് പറയാൻ തോന്നി. സോ ഇത് നടന്നത് ഞങ്ങളുടെ നിയറസ്റ്റ് നിയർബൈ ഒരു ഇതിലാണ്. സോ അതുകൊണ്ട് എനിക്കിത് റിപ്പോർട്ട് ചെയ്തേ പറ്റുള്ളൂ എന്ന് തോന്നി. സോ ഫാമിലി ഫോഴ്സ് ചെയ്ത്, ബട്ട് ഐ കനോട്ട് ഡു ദാറ്റ്. സോ ഐ നോട്ട് അഫ്രൈഡ് എനിത്തിങ്. ആളുകൂടിയാണ് ജോജോ. ഒപ്പം ഇന്നലെ തന്നെ പുറത്തു വന്ന ആദ്യ ഘട്ടത്തിൽ പുറത്തു വന്ന എന്താണ് ഈ കൊലപാതകത്തിന്റെ മോട്ടീവ് എന്നുള്ളൊരു അന്വേഷണത്തിലേക്ക് പോലീസ് കടന്നപ്പോൾ ആദ്യം